നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുകയുണ്ടായി. സഞ്ജു ടീമിൽ സ്ഥാനം കിട്ടും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിച്ചിരുന്നത്. സഞ്ജുവിൻ്റെ നിലവിലെ സ്റ്റാറ്റും പെർഫോമൻസാണ് അവർ കണക്കിലെടുത്ത് ഉറപ്പിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ടീമിൻ്റെ സെലക്ഷൻ വരുമ്പോൾ ടീമിൽ സഞ്ജുവിന് സ്ഥാനമില്ല. സഞ്ജു നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ പരിശീലനം നടത്തുന്നത്. കോച്ച് ഗൗതം ഗംഭീറിനും സഞ്ജുവിനെ എടുക്കാൻ തന്നെയായിരുന്നു താല്പര്യം. വെറുമൊരു താല്പര്യം മാത്രമല്ല, സഞ്ജുവിൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ കോച്ചിൻ്റെ നിർദ്ദേശം കണക്കിലെടുക്കാതെയാണ് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും പിന്നെ രോഹിത് ശർമ്മയും പന്തിനെയും KL രാഹുലിനെയുമാണ് അവർ നിർദ്ദേശിച്ചത്. എന്തായാലും സമീപകാല പ്രകടനം വെച്ച് രോഹിത് ശർമ്മയ്ക്ക് സഞ്ജുവിനെതിരെ സംസാരിക്കാനും അദ്ദേഹത്തിനെതിരെ പറയാനും ഒരു വോയിസും ഇല്ല എന്ന് തന്നെ പറയാം. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കല്ല, സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന രീതിയിലാണ്, അതായത് 4ാം സ്ഥാനത്തേക്കാണ് ഗൗതം ഗംഭീർ സഞ്ജുവിനായി കരുതി വെച്ചിരുന്നത്. നിലവിൽ 4ാം സ്ഥാനം കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ KL രാഹുൽ, ഇവരാണ് സമീപകാലത്ത് കളിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ പ്രകടനം മോശമാണ്, പെർഫോമൻസും ഇല്ല. ഗൗതം ഗംഭീറിനാണെങ്കിൽ സഞ്ജുവിന് 4ാം സ്ഥാനം ആണ് കരുതി വെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ്, അദ്ദേഹത്തിൻ്റെ 11ൽ 4ാം സ്ഥാനത്തിന് അത്ര പ്രാധാന്യമുണ്ട്. നല്ലൊരു മാച്ച് വിന്നറാണ് സഞ്ജു എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷേ അതൊന്നും നടന്നില്ല. കോച്ചിൻ്റെ ശക്തമായ വാദം അവരൊന്നും ചെവി കൊണ്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ആരാധകർക്ക് സഞ്ജുവിന് ടീമിൽ സ്ഥാനം കിട്ടില്ലയോ എന്ന് സ്വാഭാവികമായും അവർ ചിന്തിച്ചിരുന്നു. അതിന് കാരണം ഫോമിലില്ലാത്ത സീനിയർ താരങ്ങളെ സ്ഥിരമായി തിരികെ കയറ്റുന്നതും കൂട്ടത്തിൽ പെർഫോമൻസ് ഇല്ലെങ്കിലും വർഷങ്ങളോളം ടീമിൽ തുടരുന്ന ഒരു താരവും അത് തന്നെ നടപ്പിലാക്കുമോ എന്ന് അവർ ഭയന്നിരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ എപ്പോഴും സംഭവിക്കും, കുറച്ച് കാലങ്ങളോളം ആരാധകർ ഇതെല്ലാം ക്ഷമിക്കും. ന്യായമായ ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു ടീം സെലക്ഷൻ നടത്താതെ തുടർന്നും ഇങ്ങനെ ആർക്കോ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആരാധകരും എപ്പോഴും വെറുതെ ഇരിക്കില്ല. അവരുടെ പ്രതിഷേധം കേരളത്തിലെ ആരാധകർ മാത്രമല്ല, തമിഴ്നാടായാലും രാജസ്ഥാനായാലും ഇന്ത്യ ഒട്ടാകെ അത് കനത്തു. BCCIക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. BCCIയുടെ പ്രധാന വരുമാനം തന്നെ ആരാധകരാണ്. അപ്പോൾ അവരുടെ രോഷം കണക്കിലെടുക്കാതിരിക്കാൻ BCCIക്ക് കഴിയില്ല. ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെയെല്ലാം സ്വാഭാവികമാണ്. ഇതിനുശേഷമാണ് കാര്യങ്ങൾ പുതിയ കഥയും വരുന്നത്. സഞ്ജുവിനെ ടീമിലെടുക്കാത്തതിന് ശശി തരൂർ നല്ല ശക്തമായി വാദിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. KCAക്കെതിരെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്ന് KCA എതിർവാദവുമായി വരുന്നു. സഞ്ജു വിജയ് ഹസാരെ ട്രോഫി പരിശീലനത്തിന് ഇറങ്ങിയില്ല, സഞ്ജുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ സഞ്ജു KCAക്ക് മെയിൽ അയച്ചിരുന്നു, അതിന് അവർ റീപ്ലൈ ചെയ്തിരുന്നില്ല. അതൊന്നും KCA പറഞ്ഞില്ല. സഞ്ജു ഇൻ്റർനാഷണൽ പ്ലെയറാണ്, അസൗകര്യം കാണും, അത് അവർ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൽ നിന്നുള്ള പ്ലെയറാണ്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജു ആയതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇരുന്നു, റിപ്പോർട്ടൊന്നും ചെയ്തിരുന്നില്ല എന്നാണ് ജയേഷ് ജോർജ് പറഞ്ഞത്. പക്ഷേ ടീം വരുമ്പോൾ ടീമിൻ്റെ വാദം സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിച്ചില്ല എന്ന് തന്നെയാണ്. ഇവർ റിപ്പോർട്ട് ചെയ്യാതെ അവരെങ്ങനെ അറിഞ്ഞു എന്ന് ഉത്തരം കിട്ടാത്ത ഒരു കഥ തന്നെയാണ്. പിന്നാലെ അടുത്ത വാദവുമായി പുതിയൊരു അവതാരം വരുന്നു. സാക്ഷാൽ സുനിൽ ഗവാസ്കർ. അദ്ദേഹത്തിൻ്റെ വാദം KCAയുമായി ഉടക്കിയതും വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു പങ്കെടുക്കാത്തതുമാണെന്നാണ് സഞ്ജുവിനെ വിനയായത്. സഞ്ജുവിനെ തഴയുന്നതിന് കാരണമായി എന്ന് പറയുന്നത് ഇതാണ് സുനിൽ ഗവാസ്കറുടെ വാദം. KCA റിപ്പോർട്ട് ചെയ്യാതെ സുനിൽ ഗവാസ്കർ എങ്ങനെ ഇതറിഞ്ഞു എന്ന് നമുക്കറിയില്ല. KCA റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞതും. എന്തായാലും ഒരു റിപ്പോർട്ടർ അജിത് അഗാർക്കറോട് ചോദിച്ചിരുന്നു സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്ന്. സഞ്ജു വിജയ് ഹസാരെ കളിച്ചില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിച്ചത്, കരുൺ നായർ 7 മത്സരത്തിൽ നിന്നും 750 റണ്ണിലേറെ നേടി നല്ല ഫോമിലാണ്, അദ്ദേഹത്തെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ചോദിച്ചപ്പോൾ വിജയ് ഹസാരെ മാത്രമല്ല മാനദണ്ഡം എന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ജുവിനെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പിന്നീടും ചോദിച്ചപ്പോൾ വിജയ് ഹസാരെ പങ്കെടുത്തില്ല എന്നാണ് അഗാർക്കർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വാദങ്ങൾക്കൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല, അതെല്ലാം നിങ്ങൾക്ക് വിട്ടുതരുന്നു. സുനിൽ ഗവാസ്കറിൻ്റെ മറ്റൊരു വാദം, സഞ്ജു നിലവിലെ മത്സരങ്ങൾ മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്, സഞ്ജുവിനെ പുറത്താക്കിയത് ന്യായീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ സഞ്ജു മത്സരിക്കുന്നത് പന്തുമായിട്ടാണ്, സഞ്ജുവിനേക്കാൾ മികച്ച ഫിനിഷറാണ് പന്ത്, മികച്ച വിക്കറ്റ് കീപ്പറാണ്. ഇതൊന്നുമല്ല സഞ്ജു
എന്ന് ആർക്കെങ്കിലും തോന്നിയോ? സ്റ്റാറ്റ് വൈസ് നോക്കിയാലും സഞ്ജുവിൻ്റെ അടുത്തെത്തില്ല പന്ത്. കുറേ മത്സരം കളിക്കാൻ പറ്റി എന്നല്ലാതെ ഈ പറഞ്ഞതൊന്നും അപൂർവമായല്ലാതെ പന്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നെ രാഹുലിനാണെങ്കിൽ നിലവിലെ ഫോം ഔട്ടാണ്. എന്തായാലും സഞ്ജു ഇതെല്ലാം മറികടക്കും. അദ്ദേഹത്തിൻ്റെ കുപ്പായം വിയർപ്പിൽ തുന്നിയിട്ടതാണ്.